അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെഡി ബെയറിൻ്റെ ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ വീഡിയോ ഭയങ്കര ലെങ്ത്ത് കൂടിയത് കൊണ്ടും പിന്നെ കുറച്ച് ഓഡിയോ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ടും അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ലെഗോ സെറ്റിൻ്റെ റോയും കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ബാക്കിയുള്ളതിൻ്റെ സൊല്യൂഷനും കാണിച്ചു തരാണ്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി കഴിയും. അപ്പോൾ ഇനി ലെഗോ സെറ്റിൻ്റെ റോ ഈ ഒരു റോയിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സ്ലൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പുതിയ റോയിലേക്ക് കയറുമ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ ഇൻക്രിമെൻ്റ് ചെയ്ത്, നേരത്തെ സ്ലൈഡ് നോക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ 1 ആയിരുന്നു. അതിപ്പോൾ പുതിയ ഐറ്റം ആയതുകൊണ്ട് ഐറ്റത്തിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വെയിറ്റ്, നമ്മുടെ നാപ്സാക്കിൻ്റെ വെയിറ്റ് ആണ് W, അതിപ്പോൾ 1ലേക്ക് തിരിച്ച് റീസെറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എലമെന്റ് ഇപ്പോൾ 0 എന്ന് ഞാനിവിടെ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 0 വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഐറ്റത്തിൻ്റെ വെയിറ്റ് ഇവിടെ വരുന്നത് 3 ആണ്. അപ്പോൾ 3 നമ്മൾ എടുത്തു. എന്നിട്ട് 3നെ നമ്മൾ നാപ്സാക്കിൻ്റെ വെയിറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ ഇപ്പം നാപ്സാക്കിൻ്റെ വെയിറ്റ് 1 ആണ്. അപ്പോൾ 3 1 ഗ്രേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. അപ്പോൾ ഫോർമുല പ്രകാരം ഇപ്പോൾ ഐറ്റത്തിൻ്റെ വെയിറ്റ് നാപ്സാക്കിൻ്റെ വെയിറ്റിനേലും കൂടുതലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് തൊട്ട് മേളിലുള്ള എലമെന്റ് എന്താണോ അത് താഴേക്ക് എടുത്ത് എഴുതും. അങ്ങനെയാണ് ആ ഒരു എലമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ v(2,1) വാല്യൂ എന്നത് v(2-1,1), അതായത് ഈ ഒരു എലമെന്റ് അതെന്താണോ അതെടുത്ത് താഴേക്ക് എഴുതി. അപ്പോൾ ഇവിടെ നമ്മളുടെ v(2,1) വാല്യൂ 0 ആയിട്ടുണ്ട്. ഇനി അടുത്ത എലമെന്റ് ഫില്ല് ചെയ്യാം. അടുത്ത എലമെന്റ് ഫില്ല് ചെയ്യാൻ നേരത്തെ നമ്മൾ നാപ്സാക്കിന്റെ വെയിറ്റ് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. നാപ്സാക്കിന്റെ വെയിറ്റ് ഇപ്പോൾ 2 ആയി. അപ്പോൾ 3 2-നേലും ഗ്രേറ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത്, 3 എന്നുള്ളത് നമ്മുടെ ഐറ്റത്തിന്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ആണെങ്കിൽ നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെ, നമ്മുടെ തൊട്ടുമേളിലുള്ള എലമെന്റ് എന്താണോ അത് തന്നെ നമ്മൾ താഴേക്ക് എടുത്തെഴുതി. ഇത് ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ പറയണമെന്നുള്ളൂ. നിങ്ങളിപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതി അത് കാണിക്കേണ്ടി വരും. ഇപ്പോൾ എക്സാമിന് എന്തെങ്കിലും കുറച്ച് ഐറ്റംസ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ വെയിറ്റ് അങ്ങനെ തരയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളോട് എക്സാമ്പിൾ എഴുതാനൊക്കെ എന്തെങ്കിലും ചോദിക്കും. അപ്പം അന്നേരം നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഇത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ v(2,2) എന്നുള്ള ആ ഒരു എലമെന്റ് ഏതാന്നുള്ളത് കണ്ടുപിടിച്ച് ഇനി അടുത്ത എലമെന്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത എലമെന്റ് വന്നപ്പോൾ പിന്നെ നാപ്സാക്കിന്റെ വെയിറ്റ് നമ്മൾ 3 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത്, അപ്പോൾ 3 > 3 ആണോ എന്നുള്ളത് കമ്പയർ ചെയ്ത് അത് ശരിയല്ല, തെറ്റാണ്. അപ്പോൾ നമ്മൾ എൽസ് പാർട്ടിൻ്റെ അകത്തുള്ള ആ ഒരു ഇക്വേഷനിലേക്കാണ് പോകുന്നത്. ആ ഇക്വേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എലമെന്റ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഈ രണ്ട് എലമെന്റ്സുകൾ തമ്മിൽ ഏതാണ് മാക്സിമം അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സംഭവം കണ്ടുപിടിക്കാം. ഈ സംഭവം കണ്ടുപിടിക്കാനായിട്ട് v(i-1,w), അതായത് നമ്മുടെ ഈ ഒരു എലമെന്റ് അതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അതായത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ i-1 എന്ന് പറയുമ്പോൾ i എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്, 2-1, 3 വന്നിട്ടുണ്ട്. അപ്പോൾ v(1,3)യുടെ വാല്യൂ എന്താണോ അതാണ് ഇവിടെ ആ വാല്യൂ ആയിട്ട് വരുന്നത്, v(i-1,w)ൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ അടുത്ത എലമെന്റ് നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ 2 സാധനങ്ങൾ തമ്മിൽ കൂട്ടണം. ഒരെണ്ണം ഐറ്റത്തിൻ്റെ വാല്യൂ ആണ്. ഐറ്റത്തിൻ്റെ വാല്യൂ ഇവിടെ 8 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഐറ്റത്തിൻ്റെ വാല്യൂ ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇത് ഞാനെടുത്ത് എഴുതി. ഇനി ഈ ഒരു സംഭവം ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ i-1, അതായത് 3, നമ്മുടെ i എന്ന് പറഞ്ഞാൽ 2 ആണ്, 2-1 1. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നാപ്സാക്കിൻ്റെ വെയിറ്റ് മൈനസ് ഐറ്റത്തിൻ്റെ വെയിറ്റ്. ഇവിടെ നാപ്സാക്കിൻ്റെ വെയിറ്റും ഐറ്റത്തിൻ്റെ വെയിറ്റും 3 ആണ്.
അപ്പോൾ 3 - 3 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് v of 1,0ലുള്ള എലമെൻ്റ് ആണ് ഇതിൻ്റെ വാല്യൂ. അതായത് നമ്മുടെ 1,0 എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ് കയറി വരുന്നത്. ഈ സംഭവം 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 8 ആണ് ഇതിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. 8 + 0 നമ്മൾ കൂട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മാത്സിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ 10ഉം പിന്നെ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് നമുക്ക് 8ഉം കിട്ടിയിട്ടുണ്ട്. ഇതിലപ്പോൾ സ്വാഭാവികമായിട്ടും മാക്സിമം വാല്യൂ 10 ആയതുകൊണ്ട് നമ്മളിവിടെ 10 ഫില്ല് ചെയ്ത്, അതായത് v of 2,3യിൽ നമ്മൾ 10 ഫില്ല് ചെയ്ത്. അങ്ങനെയാണ് ആ ഒരു എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അവിടെ നാപ്സാക്കിൻ്റെ വെയിറ്റ് ഇൻക്രിമെൻ്റ് ചെയ്ത് ഇപ്പോൾ അത് 4 ആയി. 3 > 4 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കണ്ടീഷൻ തെറ്റാണ്. കണ്ടീഷൻ തെറ്റുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യാൻ ആദ്യം തന്നെ ഈ 2 എലമെൻറ്റ്സ് എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ v of i - 1, w എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു വാല്യൂ ആണ്, ഈ ഒരു 10 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഇവിടെ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഐറ്റത്തിൻ്റെ വാല്യൂ എടുക്കുക. ഐറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് ഈ ഒരു സംഭവത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ i - 1, w - weight of item, ഐറ്റത്തിൻ്റെ വെയിറ്റ് വെച്ചിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ i 2 ആണ്. 2 - 1 1 വരും. പിന്നെ നാപ്സാക്കിൻ്റെ വെയിറ്റ് 4 ആണ്. നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ v of 1,1ൻ്റെ അകത്തുള്ള വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം 10,8 എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ 10 ആയതുകൊണ്ട് നമ്മളിവിടെ 10 മാർക്ക് ചെയ്ത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2,5 ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പതിപോലെ തന്നെ നാപ്സാക്കിൻ്റെ വാല്യൂ വെയിറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് 5 ആയി. 3 5-നേലും ഗ്രേറ്റർ ആണോ എന്നുള്ള കണ്ടീഷൻ തെറ്റി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടാമത്തെ എൽസ് പാർട്ടാണ് ഫോളോ ചെയ്യേണ്ടത്. എൽസ് പാർട്ടിൽ അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് തൊട്ട് മേളിലുള്ള നമ്മുടെ 10, അതായത് 1,5 എന്നുള്ള ആ ഒരു എലമെന്റ് ഏതാണോ അത് ആണ് ഇതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്, v of i - 1, w. അപ്പോൾ 10 ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി ഐറ്റത്തിൻ്റെ വാല്യൂ 8 ആണ്. അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ v of i - 1, knapsack weight minus item weight. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ v of i 1,2 എന്നുള്ള രീതിയിലായി. അപ്പോൾ 1,2 എന്ന് പറയുമ്പോൾ 10 ആണ് അവിടെ വരുന്നത്. 10 വരുമ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മാക്സിമം നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് 8 ആണ് ഈ പ്രാവശ്യം കിട്ടിയത്. പിന്നെ അതേപോലെ മറ്റേതിൻ്റെ 10 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ 18 വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഓഫ് 10,18ൽ മാക്സിമം വന്നത് 18 ആണ്. അങ്ങനെ നമ്മൾ 2,5ൻ്റെ വാല്യൂ 18 ആയിട്ട് മാർക്ക് ചെയ്തു. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഈ ഒരു റോ 18 വെച്ചിട്ടാണ് 2,6ൻ്റെ വാല്യൂ വരുന്നത്. പിന്നെ 2,7ന് 18 എന്നുള്ള രീതിക്ക് തന്നെയാണ് വാല്യൂ വരുന്നത്. അങ്ങനെ ലെഗോ സെറ്റിൻ്റെ ആ ഒരു റോ നമ്മൾ ഫില്ല് ചെയ്ത് ഇങ്ങനെ നമ്മളിത് ഫില്ല് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ആ ഒരു ടേബിള് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ടേബിള് കംപ്ലീറ്റ് ആവുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ നിന്ന് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത ഏറ്റവും മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ള വാല്യൂ. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ എൻഡിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു നാപ്സാക്ക് 01ൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ചില കേസുകളിൽ ഈ ഒരു സംഭവം നമുക്ക് തരും. ഇത് തന്നിട്ട് നമ്മളോട് അതനുസരിച്ചിട്ട് ഒരു ടേബിൾ ഫോം ചെയ്ത് സോൾവ് ചെയ്യാനായിരിക്കും പറയുക. അപ്പം അന്നേരം നമ്മൾ അതനുസരിച്ചിട്ട് ഈ ഇക്വേഷൻ
ഫോളോ ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതേപോലെ തന്നെ അൽഗോരിതം ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം. ഇത് നമുക്ക് ആ മുന്നത്തെ സ്ലൈഡുകളിൽ ഞാൻ ഇതിൻ്റെ അൽഗോരിതം കാണിച്ചിട്ടുണ്ട്. അതും ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിത് സെൽഫായിട്ട് എഴുതാൻ പറ്റേണ്ടതാണ്. കാരണം നമ്മൾ ഇത്രയും പ്രോബ്ലം ചെയ്യുമ്പോൾ ആ നെസ്റ്റഡ് ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബൈ ഹാർട്ടാവും. അപ്പോൾ അതോടെ നമുക്ക് പിന്നെ ആ അൽഗോരിതത്തിൻ്റെ ഒരു കോറായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും.